ഇന്ന് രാവിലെ തന്നെ ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു, കാർ എനിക്ക് ആവശ്യമുണ്ട്, നീ ഒന്ന് ടൗണിലേക്ക് കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരെ പുറപ്പെട്ടു, നേരെ കമ്പിലേക്ക് പോയി. അങ്ങനെ ടൗണിൽ നിന്നും കുറച്ച് മീനൊക്കെ വാങ്ങി അവിടെ അവന് വേണ്ടി കാത്തിരുന്നു. 5 മിനിറ്റിന് ശേഷം അവൻ വന്നു, കാറും കൊണ്ടുപോയി. ഞാൻ ബൈക്കും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോഴാണ് അവൻ പറയുന്നത്, സർവീസിന് വേണ്ടി ബൈക്കിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നീ അവൾ കൊണ്ട് കൊടുക്കണമെന്ന്. എനിക്കിന്ന് എവിടെയും പ്രത്യേകിച്ച് പോകാനില്ലാത്തതിനാൽ ഞാൻ അതങ്ങ് ഏറ്റെടുത്തു. അതിനുവേണ്ടി ഞാൻ പുറപ്പെട്ടു. നേരെ അടുത്ത സ്റ്റോപ്പ് നിർത്തിയത് പുല്ലോപ്പിയിലാണ്. പുല്ലോപ്പി കടവിൻ്റെ അവിടെ നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാനും യാത്ര തുടർന്നു. ഈ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ നവീകരിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അരമണിക്കൂർ സഞ്ചരിച്ച ശേഷം ഞാൻ യമഹ സർവീസ് സെൻ്ററിലെത്തി. അങ്ങനെ അവിടെ വണ്ടിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നും റിട്ടേൺ അടിച്ചു. പിന്നീട് പുതിയ തെരുവിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാൻ വേണ്ടി ഞാൻ നടന്നു പോവുകയാണ്. അപ്പോഴേക്കും നല്ല കനത്ത ചൂടായിരുന്നു ഇന്നലെ കണ്ണൂരിലുണ്ടായിരുന്നത്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുക്കെയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും കാൽടെക്സിലേക്ക് ബസ് കയറി. അവിടെ നിന്നും മയ്യിൽ ബസ്സിലാണ് ഞാൻ പുതിയൂരിലേക്ക് പോയത്. 13 രൂപയാണ് ടിക്കറ്റ് ചാർജായി വന്നത്. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ബസ്സിൽ കയറിയിട്ട്. യാത്രയൊക്കെ ആസ്വദിച്ച് ഞാൻ അവസാനം പുതിയൂരിലെത്തി. നേരെ പോയത് ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെയുള്ള ബാബാസിൽ കയറി ഒന്ന് ലൈം കുടിച്ചു. അവിടെ നിന്നും ഇറങ്ങി ഞാൻ നേരെ പോയത് പള്ളിയിലേക്കാണ്. ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്തുള്ള ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. പിന്നീട് ഞാൻ പോയത് എൻ്റെ കാർണോറുടെ ഷോപ്പിലേക്കായിരുന്നു. പുതിയ തെരുവിലെ ടെൻകോ സെൻ്ററിലാണ് കാർണോറുടെ ഷോപ്പ്. അവിടെ കുറച്ച് സമയം നിന്ന ശേഷം ജ്യേഷ്ഠൻ കണ്ണൂരിലേക്ക് പോകുവാൻ വേണ്ടി എന്നെ കൂട്ടുവാൻ വേണ്ടി വന്നു. അങ്ങനെ അവനെയും കൂട്ടി പിന്നീട് നമ്മൾ പോയത് മാരുതി ട്രൂ വാലിയിലേക്കാണ്. നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടെങ്കിൽ അവിടെ നിന്നും ജസ്റ്റ് നോക്കാം എന്നുള്ള നിലയിലാണ് നമ്മൾ പോയത്. അങ്ങനെ അവിടെ നിന്നും ഒരു ഡിസയർ ഇഷ്ടപ്പെട്ടു. അത് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി നമ്മൾ ഓട്ടിച്ച് നോക്കി. നല്ല വണ്ടിയായിരുന്നു, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നീട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഏട്ടനെ ഭൂതപ്പാറയിലാക്കേണ്ടതുകൊണ്ട് നേരെ നമ്മൾ ലേറ്റ് ആക്കിയില്ല, അവിടെ നിന്നും പുറപ്പെട്ടു. പോകുന്ന വഴി ചിറക്കൽ ചിറയിലും നമ്മൾ ചെന്നു. ചിറക്കൽ ചിറയൊക്കെ ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. മുഴുവനായും ഇന്റർലോക്കും അതുപോലെ തന്നെ ഘടകം ഒക്കെ കെട്ടി നല്ല മനോഹരമായ രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു. അവിടുത്തെ ചുറ്റുപാടൊക്കെ നല്ല മനോഹരമായിരുന്നു. കൂടാതെ ആൽമരവും അതുപോലെ തന്നെ ഇപ്പോൾ നവീകരിച്ച റോഡും ഇന്റർലോക്കും ഒക്കെയുമായി നമ്മൾ ആസ്വദിച്ചു. നമ്മൾ പിന്നീട് യാത്ര തുടർന്നത് അലവിലുള്ള സായി കഫേയിലേക്കാണ്. ആബിദിൻ്റെ റെക്കമെൻഡേഷനാണ് അവിടെ നിന്നും നല്ല അടിപൊളി ചായയും അതുപോലെ തന്നെ നല്ല വെജ് ഐറ്റംസും കിട്ടുമെന്ന്. പിന്നീട് യാത്ര അങ്ങോട്ടേക്കായി. അലവിൽ ടൗണിനടുക്കെ സ്ഥിതി ചെയ്യുന്ന സായി ടെമ്പിളിൻ്റെ അടുക്കെ തന്നെ ആയിരുന്നു സായി കഫേയും. ഈ കാണുന്നതാണ് സായി ക്ഷേത്രം. അതിനടുത്ത് തന്നെയാണ് സായി കഫേയും. വണ്ടി അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ സായി കഫേയിലേക്ക് പോയി. ചായ കുടിക്കുവാൻ വേണ്ടി അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ചായയും ഉപ്മാവും ഓർഡർ കൊടുത്തു. ഉപ്മാവും ചായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ ഓർഡർ കൊടുത്തത് ഉഴുന്നുവട സെറ്റാണ്. ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് പശുവിനെ വളർത്തുന്ന കേന്ദ്രവും അവർക്കുണ്ടായിരുന്നു. അതൊരു നല്ല ആശയമായി എനിക്ക് തോന്നി. സായി ടെമ്പിളിൻ്റെ രാത്രി വ്യൂ നല്ല മനോഹരമായിരുന്നു. പിന്നീട് നമ്മൾ നമസ്കരിക്കുവാനായി അടുത്തുള്ള പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച് അവിടെ നിന്നും ആബിദിനെ കൊണ്ടാക്കാനുമായി നമ്മൾ നേരെ പിന്നീട് ഭൂതപ്പാറയിലേക്ക് പുറപ്പെട്ടു. അവനെ വീട്ടിലാക്കി ഞാൻ യാത്ര പറഞ്ഞ് അവിടെ നിന്നും തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് ഞാൻ നിർത്തിയത് കമ്പിലാണ്. കമ്പിൽ നിന്നും നമസ്കാരമൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കണ്ട എല്ലാവർക്കും നന്ദി. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.